ഹായ്, വെൽക്കം ബാക്ക്. എനിക്കിന്ന് ഒരു നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഞാനതൊന്ന് വൃത്തിയാക്കിയതാ, ഇതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രോസ്റ്റഡ് പ്രോൺസ് തയ്യാറാക്കാം. അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. 1 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പിടാം. ഇനി അല്പം സോഡാപ്പൊടി, അതായത് അപ്പക്കാരം, അതിടാം. ഒരു പിഞ്ച് മതി. അരമുറി നാരങ്ങ നീര് വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന നന്നായിട്ട് ക്ലീൻ ചെയ്ത്, അതായത് ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ തലയും വാലിൻ്റെ സൈഡിൽ ഒരു മുള്ളു പോലെ ഒരു സാധനമുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ കയ്യിൽ കൊണ്ട് കയറും. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15-20 അല്ലെങ്കിൽ 1 മണിക്കൂർ, എത്രത്തോളം കൂടുതൽ വെച്ചാൽ അത്രത്തോളം നല്ലതാണ്. ഞാനൊരു 20 മിനിറ്റാണ് വയ്ക്കുന്നത്. വെച്ചിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കോട്ടിങ്ങിനുള്ള സാധനങ്ങൾ എടുക്കാൻ. അതിനായിട്ട് ഞാനൊരു ഈ സ്പൂണിന് ഒരു 3/4 ടീസ്പൂൺ മൈദമാവ് എടുത്തിട്ടുണ്ട്. മൈദ എടുത്തതിൻ്റെ പകുതി കോൺഫ്ലോർ അതിടാം. നേരത്തെ എടുത്തതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇടാം. അതുപോലെ അല്പം ഉപ്പിടാം. ഇനി കുരുമുളക് പൊടി ഇടാം. ഒരു മുട്ട ചേർക്കാം. ഇനി ഇതിന് വേണ്ടി ലൂസാക്കാൻ പറ്റിയ അല്പം വെള്ളം വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒട്ടും കട്ടയില്ലാതെ അത് നന്നായിട്ട് മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അതിലോട്ട് ഇടാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചെമ്മീൻ അതിലോട്ട് ഓരോന്നായിട്ട് നന്നായിട്ടൊന്ന് മുക്കി ഇതുപോലെ വയ്ക്കാം. ഞാനൊരു ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് എടുത്ത് വെച്ചിരുന്ന ഈ പ്രോൺ ഇതിലോട്ട് നല്ലപോലെ കോട്ട് ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് വയ്ക്കാം. ഇതുപോലെ ഫുള്ള് നമുക്ക് കോട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കവർ ചെയ്തെടുക്കാം. നമ്മൾ ചെമ്മീൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ച് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാനിൽ ഒഴിച്ച് എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ വാലിൽ പിടിച്ച് വേണം എടുത്ത് നമ്മൾ ഇതിലോട്ട് ഇടാം. നല്ലതായിട്ട് തിളച്ച് കിടക്കുന്ന എണ്ണയാണ്. ഇതിനൊന്ന് തിരിച്ചിടാം. ഒരെണ്ണം ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചുരുണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രോസ്റ്റഡ് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.